പിക് പ്രോഗ്രാമിംഗ് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിർത്തുകയാണ് ചെയ്തത്. അടുത്തതായി കമ്പൈലിംഗ് ചെയ്തു നോക്കാം. ആദ്യമായി മുകളിൽ കാണുന്ന കമ്പൈൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ബിൽഡ് സക്സസ്ഫുൾ എന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെക്സ് കോഡ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. മറിച്ച് എഴുതിയതിൽ എവിടെയെങ്കിലും ഒരു സെമിക്കോളൻ അല്ലെങ്കിൽ ബ്രൈസ് അങ്ങനെ എന്തെങ്കിലും ബ്രാക്കറ്റുകൾ എന്തെങ്കിലും ഒരെണ്ണം വിട്ടുപോവുകയോ അധികം വരികയോ ചെയ്താൽ ഒരിക്കലും കമ്പൈലാവുകയില്ല. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇതാ നമ്മളിവിടെ ഒരു സെമിക്കോളൻ എടുത്ത് മാറ്റി വീണ്ടും ഒന്ന് കമ്പൈൽ കൊടുത്തു നോക്കുന്നു. കമ്പൈൽ ബിൽഡ് ഫെയിൽഡ്, ബിൽഡായില്ല. അതിനർത്ഥം ഹെക്സ് കോഡ് ജനറേറ്റ് ആയില്ല എന്നാണ്. അടുത്തതായി നമ്മൾ ചെയ്ത ഹെക്സ് ഫയൽ ഒന്ന് കാണണം എന്ന് വിചാരിക്കുക. ഏത് ഫോൾഡറിലാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് നോക്കിയതിന് ശേഷം അവിടെ ഡോട്ട് ഹെക്സ് എന്ന എക്സ്റ്റൻഷനോടുകൂടി നമുക്ക് കാണാം. ഇത് നേരിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഉടൻ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രോഗ്രാമർ എന്ന ഉപകരണത്തിലൂടെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന 16F676 എന്ന ICയിലേക്ക് അത് പ്രോഗ്രാമിംഗ് ലോഡാവുന്നു. IC പ്രവർത്തിച്ചു തുടങ്ങും. മറിച്ച് നമുക്കത് കാണാനാണെങ്കിൽ നമ്മൾ ആ ഫയൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓപ്പൺ വിത്ത് നോട്ട് പാഡ് എല്ലാ കമ്പ്യൂട്ടറിലും കാണുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നോട്ട് പാഡ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഹെക്സ് ഫയൽ. ബൈനറി രൂപത്തിലാണ് ഇത് കാണുന്നത്. കുറച്ച് ഹെക്സ്, കുറച്ച് ബൈനറി. എങ്കിലും ഇതിനെ മൊത്തത്തിൽ നമുക്ക് മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കാം. ഇതാണ് ICയിലോട്ട് കിടക്കുന്നത്. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ ടൈപ്പ് ചെയ്തു, കമ്പൈൽ ചെയ്തു. അപ്പോൾ അത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറി. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് മെഷീൻ ലാംഗ്വേജ്. ഇത് നേരിട്ട് ICയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച LED എത്ര സമയം ഓൺ ആവണം, ഓഫ് ആവണം എന്നീ കാര്യങ്ങളെല്ലാം ICക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭാഷ വേണം. ഇത്തരത്തിൽ ഇതിലേക്ക് കൺവെർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ കമ്പൈലിംഗ് എന്ന പ്രോസസ്സിംഗ് പഠിച്ചത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സിമുലേഷൻ. ഓരോ തവണയും IC പ്രോഗ്രാമിംഗ് ചെയ്തതിന് ശേഷം പ്രോഗ്രാമറിൽ നിന്ന് അഴിച്ചു മാറ്റി വീണ്ടും ഹാർഡ്വെയറിൽ വെച്ച് പിന്നീടും എന്തെങ്കിലും എഡിറ്റിംഗ് അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ വീണ്ടും പ്രോഗ്രാമറിൽ കൊണ്ടുവന്ന് അതിനകത്ത് വെച്ച് ഒന്നുകൂടെ പ്രോഗ്രാം ചെയ്ത് അഴിച്ചെടുത്ത് ഹാർഡ്വെയറിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടായേക്കാം. അത് ഒഴിവാക്കാനായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സിമുലേറ്റർ സോഫ്റ്റ്വെയർ. നിരവധി സിമുലേറ്റർ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. എങ്കിലും ഞാനിവിടെ പരിചയപ്പെടുന്നത് പ്രോട്യൂസ് എന്ന ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ വിവരങ്ങളും മറ്റും ട്രയൽ വെർഷനും നിങ്ങൾക്ക് നെറ്റിലൂടെ തന്നെ പരിശോധിക്കാവുന്നതാണ്. എന്നാൽ പൂർണ്ണമായി സിമുലേറ്ററിനെ കുറിച്ച് പറയുക എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തൽക്കാലം പ്രോഗ്രാമറിൽ വെച്ച് IC പ്രോഗ്രാം ചെയ്യാതെ സിമുലേറ്ററിലൂടെ നിങ്ങൾ ചെയ്ത ആ വർക്ക് ശരിയാണോ എന്ന് പരിശോധിക്കുക എന്നത് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാണ് ഐക്കൺ, പ്രോട്യൂസ് എന്ന സിമുലേറ്ററിൻ്റെ ഐക്കൺ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന 2-3 വിൻഡോകളും തുടർച്ചയായി കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കീമാറ്റിക് വരയ്ക്കാൻ ഇത് ഉപയോഗിക്കാം. ഡ്രോയിങ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന P എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണോ കമ്പോണൻ്റ്, അത് ടെറസിസ്റ്റർ ആവാം, കപ്പാസിറ്റർ ആവാം, IC ആവാം, ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ തെളിഞ്ഞു വരുന്നു. അതിനെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരും. അങ്ങനെ എല്ലാ കമ്പോണൻറ്റും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്കീമാറ്റിക് വരയ്ക്കാം. അതേ സ്കീമാറ്റിക് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായോ അല്ലെ മാനുവലായോ PCB പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനെ ഗർബർ ഫയലാക്കണമെങ്കിൽ അങ്ങനെയാക്കാം. PCB നിർമ്മാണത്തിനും ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു ഉപയോഗമാണ് സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ IC അവിടെ വച്ചതിന് ശേഷം നമ്മളതിലേക്ക് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഇപ്പോൾ LED ബ്ലിങ്ക് ആണെങ്കിൽ നമ്മളതിൽ കൊടുത്തിരിക്കുന്ന C1 എന്ന പിന്നിലേക്ക് LED കണക്ട് ചെയ്യുന്നു. അപ്പോൾ ബ്ലിങ്കാണ് നമ്മൾ എഴുതിയിരിക്കുന്ന സോഫ്റ്റ്വെയർ. ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മോണിറ്ററിലൂടെ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ആ ഭാഗം വിവരിക്കുന്നതിനാണ് ഇവിടെ ഈ സിമുലേറ്റർ കാണിച്ചു തരുന്നത്.
സിമുലേറ്ററിലൂടെ ഓരോ കമ്പോണൻറ്റും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ പതുക്കെ ഓരോ ഭാഗങ്ങളായി സശ്രദ്ധം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. തുടർ ഭാഗങ്ങളുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.